Welcome back to another video. ഇന്നൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോ ആണ്. R15 വെർഷൻ 2 ആണ്. ഈ വണ്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ട്. ഇതിൻ്റെ ആക്സിലറേറ്റർ കേബിൾ ജാം ആയിട്ടിരിക്കുകയാണ്. അത് റീപ്ലേസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം ഇന്ന് സൺഡേ ആണ്, ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഈ വണ്ടിയുടെ ഇഷ്യൂ എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ ഇഷ്യൂ. അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കേബിൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. മറ്റ് ബൈക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു ഡ്യുവൽ ലൈൻ കേബിളാണ് വരുന്നത്. നോർമൽ ബൈക്സിനൊക്കെ സിംഗിൾ ലൈനേ വരുന്നുള്ളൂ. ഈ ഒരു ഡ്യുവൽ ലൈൻ നോക്കുമ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇൻ കേസ് നിങ്ങളൊരു വെർഷൻ 2 അല്ലെങ്കിൽ യമഹയുടെ ഏതൊരു ബൈക്സ് ഓൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഡ്യുവൽ ലൈനാണ് വരുന്നതെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ 2 കേബിളോട് ഒരുമിച്ച് തന്നെ റീപ്ലേസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അത് പിന്നെ ഇരട്ടി പണിയാവത്തേ ഉള്ളൂ. ദെൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കേബിൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടാങ്ക് ഫുൾ അഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ടാങ്ക് അഴിക്കാനായിട്ട് ഫസ്റ്റ് റിയർ സീറ്റ്, പിന്നെ റൈഡർ സീറ്റ്, പിന്നെ ടാങ്ക്. ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ആദ്യം റിയർ സീറ്റ് അഴിക്കുക, പിന്നെ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, ഇത് അഴിക്കണം. ഇത് ഈ ലോക്കിൻ്റെ കേബിളാണ്. ഇതും വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കുക, അത് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ 2 അല്ലെങ്കിൽ ആഴ്ച നമുക്ക് ഈ റൈഡർ സീറ്റ് പോരാം. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോ നട്ടോ അല്ലെ ബോൾട്ടോ കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കണ്ട് കിട്ടുന്ന ഇടയിൽ തന്നെ വെക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക കഴിക്കുക. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് കാരണമുള്ള റാറ്റ്ലിംഗ് നോയ്സും വൈബ്രേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. അടുത്തത് ടാങ്ക് കഴിക്കാനായിട്ട് ഇവിടെ ഒരു നട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു നട്ട് വരുന്നുണ്ട്, പിന്നെ ഇവിടെ 2 നട്ട് വരുന്നുണ്ട്. ഇത് 4 വെല്ലങ്കയാണ്. ഇനി ടാങ്കിൻ്റെ അടിയിൽ കുറച്ച് ലൈൻസ് വരുന്നുണ്ട്, അതെല്ലാം റിമൂവ് ചെയ്തിടുക. നിങ്ങളിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ ലൈൻ എവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, പിന്നെ കൺഫ്യൂഷൻ വരരുത്. Yeah, my life is lovely now, I'm focused on me. You said you were about to die, I guess the car is on E. But see, I ain't even tripping, cause I just chose to believe that somebody gon' come around and give me just what I need. I don't wanna see you frowning, see you looking down and out, coming to me crying, saying you miss having me around. Gave you chances and you blew it, you so easily influenced. All the times you told me beat it, now you gotta face the music, I'm saying I know that I gotta stay away from all your games, yeah. I know that I found somebody else to love me what they had. You're real. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് അവസാനമായിട്ടുണ്ട്. സാധനം തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ആ കേബിൾ ലൈൻ ത്രോട്ടിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് തന്നെ 1.5 മണിക്കൂർ മെനക്കെട്ടിട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇരട്ടി പണിയാകും. പിന്നെ വണ്ടി ടോ ചെയ്ത് വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണല്ലോ, ഇച്ചിരി മെനക്കെട്ട കാര്യമാണെന്നുള്ള ഓർമ്മയോടെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് റൈഡ് സേഫ്. Yeah, my life is lovely now, I'm focused on me. You said you were about to die, I guess the car is on E. But see, I ain't even tripping, cause I just chose to believe that somebody gon' come around and give me just what I need.